എന്തുകൊണ്ടാണ് IFSനോട് താല്പര്യമുള്ളത്? അത് കഴിഞ്ഞ് ഡയറക്റ്റ്ലി ഐലാൻഡിലോട്ട് വന്ന് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്തു. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയം നമുക്ക് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പ്രോപ്പറായിട്ട് പോകുമായിരുന്നു. പ്രിലിംസ് ടെസ്റ്റ് സീരീസും ഇന്റർവ്യൂ ഗൈഡൻസും ഞാൻ ഫുള്ളി ഐലാൻഡിൽ തന്നെയാണ് ചെയ്തത്. റീനു ആഗ്രഹിച്ചത് ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ്, അത് തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഐലാൻഡിനോട് ഏറ്റവും കടപ്പാടുള്ളത് ആ ഒരു പ്രോപ്പർ വർക്ക് ലൈഫ് ബാലൻസ് തന്നതിനാണ്. ഹായ് ഓൾ, ദിസ് ഇസ് ഷിനാസ്. ഞാനിപ്പോൾ ഉള്ളത് റീനുവിൻ്റെ ഒപ്പമാണ്. ഇത്തവണത്തെ UPSC റിസൾട്ടിൽ 81 റാങ്ക് കരസ്ഥമാക്കിയ റീനുവിന് എല്ലാവിധ ആശംസകളും. ഹായ് റീനു, റാങ്ക് കിട്ടിയപ്പോൾ എന്തായിരുന്നു ഫീലിംഗ്? സന്തോഷം. പെട്ടെന്നൊരു നം ഫീലിംഗ് ആയിരുന്നു. കാരണം നമുക്ക് എല്ലാം പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ഞാൻ ആദ്യം പള്ളിയിൽ പോയി താങ്ക്സ് ഒക്കെ പറഞ്ഞു, പിന്നെ ഓരോ കോൾസ് ആയിട്ട് വരാൻ തുടങ്ങി, പിന്നെ ഇപ്പോൾ ഒന്ന് പ്രോസസ്സ് ചെയ്ത് വരികയാണ്. റീനുവിൻ്റെ റാങ്ക് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതായിരുന്നു. കാരണം റീനു മാമിൻ്റെ എക്കണോമിക്സ് ക്ലാസ്സിന് വേണ്ടി ഒത്തിരി അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ജിംഖാനിലൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒത്തിരി കുട്ടികളും റീനുവിന് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തന്നെ കുട്ടികൾ ഒത്തിരി പേര് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. എന്താണ് ഐലേണുമായിട്ടുള്ള ഒരു അസോസിയേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും? ഐലാൻഡുമായിട്ട് ഞാൻ കോവിഡിന് ശേഷം 1 ഇയർ വീട്ടിൽ നിന്നായിരുന്നു പ്രിപ്പറേഷൻ. അത് കഴിഞ്ഞ് ഡയറക്റ്റ്ലി ഐലാൻഡിലോട്ട് വന്ന് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്തു. പിന്നെ അത്തവണ മെയിൻസ് ടെസ്റ്റ് സീരീസ് ഐലാൻഡിൽ തന്നെ ചെയ്തത്. പിന്നെ 3rd അറ്റംപ്റ്റിൽ ഞാൻ പ്രിലിംസ് പൊട്ടിയപ്പം ഒരു ലോ ഫേസിലായിരുന്നു. അപ്പോൾ അന്ന് ഷിനാസ് സാറാണ് എനിക്ക് ഉടനെ ഒരു ജോലി എടുത്ത് കൈ തന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എ ഫോം ഓഫ് ഡിസ്ട്രാക്ഷൻ. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയം നമുക്ക് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പ്രോപ്പറായിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഐലാൻഡിനോട് ഏറ്റവും കടപ്പാടുള്ളത് ആ ഒരു പ്രോപ്പർ വർക്ക് ലൈഫ് ബാലൻസ് തന്നതിനാണ്. ആൻഡ് എൻ്റെ ലോവസ്റ്റ് ഫേസിൽ എനിക്കൊരു സ്റ്റേബിൾ ജോലി എടുത്ത് കൈ തന്നതിനാണ്. ആൻഡ് പ്രിലിംസ് ടെസ്റ്റ് സീരീസും ഇൻ്റർവ്യൂ ഗൈഡൻസും ഞാൻ ഫുള്ളി ഐലാൻഡിൽ തന്നെയാണ് ചെയ്തത്. മെയിൻസിൽ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുണ്ട്. സോ താങ്ക് യു. ഓക്കെ, സോ റീനു ആഗ്രഹിച്ചത് ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ്, അത് തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് IFSനോട് താല്പര്യമുള്ളത്? അതിപ്പം നമ്മൾ സ്കൂൾ ടൈം നോക്കുവാണെങ്കിൽ നമുക്ക് ലോകം മൊത്തം കാണാൻ പറ്റും. അതായിരുന്നു ആ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഗോള്. പിന്നെ കോളേജിലോട്ട് വന്നപ്പോഴത്തേക്കും ഫോറിൻ സർവീസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങി. ഇന്റർനാഷണൽ അഫയേഴ്സിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ ഫോറിൻ സർവീസാണ് ഫസ്റ്റ് പ്രിഫറൻസ് വെച്ചത്. റീനുവിന് അതായത് എനിക്ക് റീനു ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. ഞാനും റീനുവും ആൽബിനും കൂടെ ഒരു ഗ്രൂപ്പുണ്ട്. ഓക്കെ, ഞങ്ങൾ റീനുവിനും ഞാനും ആൽബിനും കൂടെ റീനുവൊപ്പം പഠിക്കുന്നത്. അപ്പം ഞങ്ങൾ ചലോറ്റ് മുസോറി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഗ്രൂപ്പിൽ ഇതുപോലെ എനിക്കൊരു മുസോറിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടി ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി ഞാൻ തുടങ്ങിയ ഗ്രൂപ്പിൽ എല്ലാ പിള്ളേരും തന്നെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ റീനുവിന് ആ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ മുസോറിയിൽ പോയിട്ട് FCയും അതിനുശേഷം ഡൽഹിയിലുള്ള ട്രെയിനിങ്ങൊക്കെ ആസ്വദിക്കാതിന് ശേഷം ഇന്ത്യയുടെ പേര് തന്നെ ഉയർത്തുന്ന രീതിയിലൊരു നല്ലൊരു ഡിപ്ലോമാറ്റായിട്ട് മാറട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.